പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമും വേദയും കൂടി രാത്രി 9 മണിക്ക് വിഷം മോഷ്ടിച്ചു എന്ന് പറയുന്ന 10 ലക്ഷം രൂപ എടുക്കാനായി വേദയുടെ ചേട്ടൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. മതിലെല്ലാം ചാടിക്കടന്ന് സെക്യൂരിറ്റിയുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് അവർ അകത്ത് കയറുന്നുണ്ട്. മുഖം മൂടിയും ഗ്ലൗസും എല്ലാം ധരിച്ച് വളരെ സേഫ്റ്റി ആയിട്ടാണ് അവർ പോകുന്നത്. രണ്ടുപേരും പതുക്കെ പതുക്കെ വളരെ പതുങ്ങി സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. രണ്ടുപേരും പതുങ്ങി ലോക്കറിനടുത്ത് എത്തുകയാണ്. ലോക്കർ തുറക്കാൻ വേണ്ടി നമ്പർ അമർത്തുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, വേദേ നിനക്ക് ഉറപ്പുണ്ടോ ഇത് തന്നെയാണോ ലോക്കറിൻ്റെ നമ്പറെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെ എനിക്കറിയാം, ഞാൻ ശ്രീ എന്നുള്ളതിലത്തെ എസ്സും വർഷ എന്നുള്ളതിലത്തെ വിയും വെച്ചിട്ട് ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ചേട്ടന് ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അന്ന് ഞാൻ അത് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഞാനും മറന്നിട്ടില്ല. വിക്രം നീ ടെൻഷൻ അടിക്കാതിരിക്കേ, എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ നമ്പറെല്ലാം മറത്ത് ലോക്കർ തുറക്കുന്നുണ്ട്. പക്ഷേ ലോക്കർ തുറന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് സംഭവിച്ചത്. ലോക്കറിലൊന്നും തന്നെയില്ല. അതിൽ കുറച്ച് ആഭരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാഷ് ഉണ്ടായിരുന്നില്ല. വിക്രം ചോദിക്കുന്നുണ്ട്, വേദ ക്യാഷ് ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യും? നിൻ്റെ ചേട്ടൻ അത് അവിടെ ആയിരിക്കും ഒളിപ്പിച്ചിട്ടുണ്ടാവുക. വേദ പറയുന്നുണ്ട്, ഇതിലില്ലാന്നുണ്ടെങ്കിൽ അത് ആ ജനറൽ മാനേജറെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ ഇത് ക്യാഷ് ഇവിടെ വെക്കുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തെയും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടൻ വേറെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ, നമുക്ക് വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ലോക്കർ അടച്ച് വെച്ചിട്ട് അവർ പതുക്കെ നീ പതുങ്ങി വാ എന്ന് പറയാണ് വിക്രമിൻ്റെ അടുത്ത്. വേദ ആദ്യം തന്നെ റൂമിൽ നിന്നും പുറത്ത് കിടക്കുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വിക്രമിനെ കാണില്ല. വേദ ഓടി വേഗം റൂമിനടുത്ത് എത്തുന്നുണ്ട്. ഇതേ സമയം വിക്രം റൂമിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നതേ ഉള്ളൂ. വേദ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിക്രം അവിടെ ചെയ്തിരുന്നത്? വിക്രം പറയുന്നുണ്ട്, അത് വേദ ഞാൻ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്നൊന്ന് സെർച്ച് ചെയ്തതാ. എന്നിട്ട് കിട്ടിയോ? ഇല്ല വേദ, ഒന്നും കിട്ടിയില്ല എന്ന് ഇങ്ങനെ കൂളായിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട്. രണ്ടുപേരും വേഗം തന്നെ പുറത്തിറങ്ങുകയാണ് അവിടെ നിന്നും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നേരം വെളുത്തിരിക്കുന്നു. അപ്പോഴേക്കും രണ്ടുപേരും ഒരു കടയുടെ ഉമ്മറത്തേക്ക് എത്തുകയാണ്. അവിടെ കാപ്പി കുടിക്കാനായി രാജേട്ടനും അനിയൻകുട്ടനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. വിക്രം കൂളായി വേഗം ചെന്ന് പലഹാരമെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. വേദയാണെങ്കിൽ മൂഡ് ഓഫ് ആയിരിക്കുക. രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ക്യാഷ് കിട്ടിയോ? നിങ്ങൾ പോയ കാര്യങ്ങളെല്ലാം നടന്നോ എന്ന് ചോദിക്കുക കേട്ടോ. ഏയ് ഇല്ല രാജേട്ടാ, ഒന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നാണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വേദ അങ്ങനെ വിക്രം ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് പലഹാരം കഴിക്കുകയാണ് ഇരുന്നിട്ട്. ഓ നീ എന്താ വിക്രം ഈ കാണിക്കുന്നത്? പല്ല് തേക്കാണ്ടാണെന്നോ ഇതൊക്കെ കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, അതെ നേരം വെളുക്കോളം ഉറങ്ങിയെങ്കിൽ മാത്രമല്ലേ പല്ല് തേക്കേണ്ടതുള്ളൂ, നമ്മളൊരു പോലെ കണ്ണ് പൂട്ടിയിട്ടില്ല, പിന്നെന്തിനാ പല്ല് തേക്കുന്നത് എന്നും പറഞ്ഞു കണ്ട് കൂളായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വടയും പഴംപൊരിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ രാജേട്ടൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. രാജേട്ടൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്താ വിക്രം പതിവിലും ഒരു ഭാവവ്യത്യാസം, ഇവൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവൻ്റെ പെരുമാറ്റം, ഇവൻ വളരെ കൂളായിരിക്കുന്നല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രാജേട്ടൻ അത് ചോദിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്താടാ വിക്രം, നീ വളരെ കൂളാണല്ലോ, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കെന്തുദ്ദേശം? അവളോട് ചോദിക്കുക, ഈ ചോദ്യം അവളോടാണ് ചോദിക്കേണ്ടത്. ഇതിനെല്ലാം ഇനിയൊരു പോംവഴി മാത്രം. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കോടതി ഇന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കൂടും. അത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും ഇനി ഇതിൽ നിന്നും നമുക്ക് ചേട്ടനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് ചെല്ലണം. ഇവളുടെ ചേട്ടൻ പറയുന്നത് പോലെ ഇവൾ വീട്ടിലേക്ക് ചെന്നാൽ അദ്ദേഹം ഈ കേസിൽ നിന്നും പിന്മാറും. എൻ്റെ ചേട്ടനെ രക്ഷിക്കാനും പറ്റും. അതുകൊണ്ട് വേറെ ഒരു പോംവഴിയുമില്ല. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് ഈ പിശാചാണെന്ന് പറയുകയാണ് വിക്രം. ഇത് കേട്ട് രാജേട്ടൻ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ തീരുമാനിച്ചത്? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ രാജേട്ടാ, ഞാനും തീരുമാനമെടുക്കാൻ പോവാണ്. ഇനി ഞാൻ കാരണം ഇവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവണ്ട. നമ്മുടെ ചേട്ടന് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. പാവമാണ് വിശ്വേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങണം. വിശ്വേട്ടന് വേണ്ടി ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും. പക്ഷേ ഒരിക്കലും ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്നും പോവില്ല വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വേദ പോവാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, മോളെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇവൻ കൊണ്ടാക്കും എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട, ആരും എനിക്ക് തുണ വേണ്ട, ഞാനിന്നും ഒറ്റയ്ക്കല്ലേ, ഇവിടെ നിന്നും ഒറ്റയ്ക്ക് പോകാനും എനിക്കറിയാം, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇവിടെ നിന്നും പോകുന്നുണ്ട്.
വേദ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഒരു വലിയ ബാഗ് എടുത്ത് തൻ്റെ ഡ്രസ്സുകളെല്ലാം സാധനങ്ങളിൽ താൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഒതുക്കി ഒരു ബാഗിലാക്കി വെക്കുകയാണ്. ഇതേ സമയം വിക്രം ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്, വേദേ നിൻ്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചോ, ഒരു സാധനം പോലും ഇവിടെ അവശേഷിപ്പിച്ച് വെച്ച് പോവണ്ട, നീ എല്ലാം എടുത്തോളൂ കേട്ടോ എന്ന് പറയാണ്. വേദ വളരെ നിസ്സായതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എല്ലാം ബാഗിലാക്കി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരികയാണ് വേദ ബാഗുമായി വരുന്നത് കണ്ട് വിനയനും അച്ഛനും കമലാമ്മയും എല്ലാം കൂടെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതെന്ത് പറ്റി എന്നുള്ള ആലോചനയിലാണ് അവരെല്ലാവരും കോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയമായിരുന്നു. വേദ വരുന്നത് കണ്ട് മാഷും നോക്കി നിൽക്കുന്നുണ്ട്. വേദ കമലാമ്മയോടായി പറയുന്നുണ്ട്, അമ്മേ ഞാൻ പോവാണ്. എന്നാൽ കമലാമ്മ അവളെ മുഖത്തേക്ക് നോക്കുന്നത് പോലുമില്ല. കമലാമ്മ ചോദിക്കുന്നുണ്ട്, അതിന് ഞാനെന്ത് വേണം? വേദ പറയുന്നുണ്ട്, അമ്മ ഒന്നും വേണ്ട, എനിക്ക് ഒരു സാധനം എടുക്കാനുണ്ട്, അമ്മയുടെ അനുവാദത്തോടു കൂടി. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അമ്മയെ കഴിഞ്ഞാൽ പിന്നീട് എനിക്കിഷ്ടം ഈ അമ്മയോടാണ്. അമ്മയ്ക്ക് എന്നോട് ഉള്ളിൽ ഒരുപാട് ഇഷ്ടമാണ് അമ്മയ്ക്ക് എന്നോട് എന്നറിയാം. പക്ഷേ അമ്മയുടെ പുറമേ കാണിക്കുന്ന ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ എന്നോട് എന്ന് എനിക്കറിയാം അമ്മേ. അമ്മയുടെ മക്കളോടുള്ള ഈ സ്നേഹമുണ്ടല്ലോ, അതിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ. പിന്നെ ഞാൻ അമ്മയുടെ സാരി, അത് ഞാൻ ഫസ്റ്റ് ഈ വീട്ടിലെത്തുമ്പോൾ അമ്മ എനിക്കൊരു സാരി മാറ്റാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്നെൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സാരി, അത് മാത്രം, അതിൽ അമ്മയുടെ സ്നേഹവും മണവും എല്ലാം ഉണ്ട്. അത് മാത്രം എനിക്ക് അമ്മയെ കൊണ്ടുപോകണം. അമ്മയുടെ അനുവാദത്തോടു കൂടി അമ്മ ഒന്നും പറയരുത് എന്ന് പറയാട്ടോ. കമലാമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. വേദ പിന്നീട് ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രീജേച്ചി, വിശ്വേട്ടനെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ എത്ര ശ്രമിച്ചു എന്നറിയോ? ഈ നേരം വരെയും എൻ്റെ ശ്രമം അതിനു വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ നടന്നില്ല. ഞാൻ എൻ്റെ ചേട്ടന് മുന്നിൽ ആദ്യമായിട്ടാണ് തോറ്റു നിൽക്കാൻ വേണ്ടി പോകുന്നത്. അത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണല്ലോ, എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ ശ്രീചേച്ചിയെ ചേച്ചി എന്ന് വിളിക്കുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ചേച്ചി, അതേ സ്നേഹത്തോടെയാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ ചേച്ചിക്ക് ഒരു കുറ്റബോധമൊന്നും വേണ്ട കേട്ടോ. എൻ്റെ ജീവിതം ചേച്ചിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു എന്നുള്ളതൊന്നും, ചേച്ചി സന്തോഷത്തോടു കൂടി വിശ്വേട്ടനോടൊപ്പം ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വേദ ബാഗിൽ നിന്നും ഒരു കവർ എടുക്കുന്നുണ്ട്. ആ കവർ എടുത്തുകൊണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദിനിയാണെങ്കിൽ ദേഷ്യത്തോടെ വേദയോട് പറയുന്നുണ്ട്, ഇനി എന്തിനാ നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? നീ പോകാൻ തീരുമാനിച്ചതല്ലേ, നിനക്കങ്ങ് പോക്കൂടെ എന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ്. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ചേച്ചി എനിക്ക് ഇഷ്ടമാണ്. ചേച്ചി വീട്ടിലൊരു അംഗമല്ലേ. ഞാൻ ചേച്ചിക്കൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, എന്താ വല്ല ആപ്പും വല്ല ഗുണ്ടുവാണോ എനിക്ക് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല ചേച്ചി, ഇതിലൊരു ഫാനും ഒരു ജ്യൂസ് മേക്കറുമാണ്. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ, ചേച്ചി ഇത് യൂസ് ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഞാനില്ലാത്ത സമയത്ത്. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? നീ ഇല്ലാത്ത സമയത്ത് നിൻ്റെ സാധനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ടെന്നോ? അച്ഛാ, ഇതൊന്നും വിശ്വസിക്കല്ലോ എന്ന് അച്ഛനെ നോക്കിക്കൊണ്ട് പറയാണ് നന്ദിനി. ഇതേ സമയം വേദ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാം ചേച്ചി ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചേച്ചിയുടെ സ്മെല്ല്, അതായത് ചേച്ചി ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് ചേച്ചി ഉപയോഗിക്കാതെ ഇതിൽ വരത്തില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും വിനയം പറയുന്നുണ്ട് നന്ദിനിയോട്, നന്ദിനി മിണ്ടാതിരുന്നോ, നീ അവളെല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് വേദയോട് പറയാണ്, വേദേ നീ ഒരു പോലീസിൽ ജോലി ചെയ്യേണ്ടതായിരുന്നു, നീ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല എന്ന് പറയാണ്. അപ്പോൾ വേദ വേഗം തന്നെ കവറെടുത്ത് നന്ദിനിക്ക് നീട്ടുന്നുണ്ട്. നന്ദിനിയുടെ അഭിമാനമാണെങ്കിൽ അത് മേടിക്കാനും സമ്മതിക്കുന്നില്ല. അവൾക്കത് ആവശ്യമുണ്ട്. വേഗം തന്നെ വിനയൻ അത് മേടിച്ചിട്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നന്ദിനി തന്നതല്ലേ, നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേടി ഇത്, നിനക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും. കറണ്ട് പോകുന്ന സമയത്ത് നിനക്ക് കട്ടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വേദ അത് നേരിട്ട് തന്നിരിക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. വേദയാണെങ്കിൽ ഇതെല്ലാം എൻ്റെ കയ്യിൽ, എൻ്റെ വീട്ടിലുണ്ട് നന്ദിനി ചേച്ചി, എനിക്കിതിൻ്റെ ആവശ്യം അവിടെ ചെന്നാലില്ല, അതുകൊണ്ട് നിങ്ങളിത് എടുത്തോ, സന്തോഷത്തോടെ തന്നെ ഞാൻ തരുന്നതെന്ന് പറയുന്നുണ്ട്. വേദ മാഷിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛാ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വിചാരിച്ച കാര്യം നടക്കാതെ ഇങ്ങനെ തോറ്റു മടങ്ങേണ്ടി എനിക്ക് വരുന്നത്. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് അച്ഛൻ. പക്ഷേ അച്ഛൻ വിക്രമിനെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്. അത് അച്ഛന് ഒരിക്കൽ ബോധ്യപ്പെടുമെന്ന് പറയാണ്. പക്ഷേ മാഷ് പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ ആരാണെന്നും എൻ്റെ
ശരി എന്താണെന്നും നിനക്കൊരിക്കൽ മനസ്സിലാവും എന്ന് വേദയോട് മാഷ് തിരിച്ചു പറയുന്നുണ്ട്. മാഷ് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ പോവാണ് ഇവിടെ നിന്നും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അനുഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ. പിന്നീട് വേദ ബാഗെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറങ്ങുന്ന സമയത്ത് വിക്രമിൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കുന്നുണ്ട് വേദ. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം, ഞാൻ ഇവിടെ നിന്നും പോകുന്നു. ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ നേരെയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഞാൻ തോറ്റുപോയി. എനിക്കതിനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. ഇങ്ങനെയൊരു അവസ്ഥ എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. എന്തായാലും ഞാൻ പോവാണ്. പക്ഷേ നീ ഒരിക്കൽ എന്നെ തേടി വരും വിക്രം, അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് വിശ്വാസമാണ് ഇതിൽ, എൻ്റെ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണത് എന്ന് വിക്രമിനെ നോക്കിക്കൊണ്ട് വേദ പറയുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞ് എല്ലാവരെയും ഒന്നുകൂടെ എല്ലാവരുടെ മുഖത്തേക്ക് കൂടി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇനി സന്തോഷമായിരിക്കെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. ഇനി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷത്തെ തന്നിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുന്നത്. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് വേദ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാഗെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്.